ഒരു നല്ല മനുഷ്യന് ഒരു നല്ല സൗഹൃദം കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ആദ്യം എടുക്കുക. പിന്നെ നമ്മളൊരു നല്ല ഫ്രണ്ടാണെങ്കിൽ അഥവാ നമ്മൾ വീടും ഒരു റേസിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീടും നമ്മളെ ഫ്രണ്ടുണ്ട്. ഒരു നല്ല ഫ്രണ്ടാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒരു ചീത്ത ഫ്രണ്ടാ, ഓൻ താഴെ വീണു, അപ്പോൾ ഓനെ രക്ഷിക്കാൻ പോയാൽ ഞാൻ റേസിൽ തോക്കുമെന്ന് വിചാരിക്കുന്നവര് ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ലായിരിക്കും. അവര് തോറ്റാലും അവൻ തോറ്റാലും പക്ഷെ അവര് അപകടമല്ലേ, മറ്റൊരു ജീവൻ അപകടമല്ലേ. ഓടിപ്പോയിട്ട് ആ റേസിന് ഓടിപ്പോയിട്ട് ജയിച്ചിട്ട് വന്നിട്ട് തിരിച്ച് രക്ഷിക്കണം. അപ്പോഴേക്കും ചത്തുപോയാലോ? അല്ല, ചത്തുപോയതല്ല, പക്ഷെ ഓന് അപ്പൊ ഒരു നല്ല ഫ്രണ്ട് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇതാ ഈ ഒരു ക്വാളിറ്റി വേണം. പിന്നെ നമ്മളവിടെ കളിക്കണം. നമ്മളെ ഒഴിവാക്കി നോക്കാൻ പാടില്ല, നമ്മളെ ഒഴിവാക്കാൻ പാടില്ല. ചിലരുണ്ട് നമ്മളെ ഒഴിവാക്കും. പിന്നെ ചിലവുണ്ട് നമ്മളെ ഫ്രണ്ടാണ്, പക്ഷെ നമ്മളെ സൗന്ദര്യം ഇഷ്ടമല്ല, നമുക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകും. അവരൊന്നും നമ്മളെ ഫ്രണ്ടാക്കുകയേ ചെയ്യരുത്. അവരെന്തിന്? അവർക്ക് സൗന്ദര്യം ഇല്ലായിരിക്കും, സമ്മതിച്ചു, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടാവും അവർക്ക്. നമുക്കല്ല നല്ല ക്വാളിറ്റി ഉണ്ടാവില്ലേ. നമ്മൾ സങ്കടം അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഫ്രണ്ടായിരിക്കണം നമുക്ക്. ഒരു നല്ല ഫ്രണ്ടാണെങ്കിൽ നമ്മളെ സന്തോഷത്തിനും നമ്മളെ കൂടെ വേണം, നമ്മളെ സങ്കടത്തിനും നമ്മളെ കൂടെ വേണം. നമ്മളെ ഫ്രണ്ടായ നല്ലൊരാളായിരിക്കണം. അത് നമ്മളെ കൂടെ തന്നെ നിൽക്കണം. നമ്മൾ കരയുമ്പോൾ കരയണം, നമ്മൾ ചിരിക്കുമ്പോൾ ചിരിക്കണം, നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടാവണം. അതാണ് ഒരു നല്ല ഫ്രണ്ടിൻ്റെ വേറൊരു ക്വാളിറ്റിയാണ്.